ഇനിയിപ്പോ വണ്ടി കൊണ്ടുപോകും. അപ്പൊ കൊണ്ടുപോയനെ ഇവള്. പക്ഷെ ഫൈഹയും കൂടെ വേണം. മന്തി വന്നിരിക്കുകയാണ്. ഐസ്ക്രീം സോഡ എന്ന് അറിയുള്ളൂ. ഐസ്ക്രീം സോഡ അറിയുള്ളൂ. എവിടെ ഞാൻ പിന്നെ കാല് സ്ലിപ്പായി ഞാൻ വീണെന്ന് അങ്ങനല്ല. ഹലോ ഗൈസ്, അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ സൗണ്ട് എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരാഴ്ചയായിട്ട് നല്ല കിടിലം പനിയും ജലദോഷവും ഒക്കെ ആയിരുന്നു. അങ്ങനെ കഫക്കെട്ടൊക്കെ തൊണ്ടയൊക്കെ നല്ല സീനായിരുന്നു. ഇപ്പം എൻ്റെ സൗണ്ട് എനിക്ക് തന്നെ തിരിച്ചറിയുന്നില്ല, ആ രീതിയിലാണ്. പിന്നെ ഇന്നത്തെ വ്ളോഗെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് രാത്രി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി കാണാനായിട്ട് നമ്മൾ കൊച്ചി പോകുന്നുണ്ട്. അപ്പോൾ അതിന് പോകുന്ന കുറച്ച് കാര്യങ്ങളും പിന്നെ ഇന്ന് എൻ്റെ കൂട്ടുകാരന്മാർ എൻ്റെ കൂടെ 10 വരെ പഠിച്ച എൻ്റെ കൂട്ടുകാരന്മാർ ഇന്ന് അവന്മാരെല്ലാം പല സ്ഥലത്തോട്ട് പോകാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒന്ന് മീറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ ഒന്ന് മീറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. അപ്പം എവിടെയെങ്കിലും പോയി ഫുഡൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞൊരു പ്ലാനിലാണ് വിളിച്ചത്. അപ്പോൾ ഇനി അതും പോയി അത് കഴിഞ്ഞ് നൈറ്റ് ഇന്ന് കൊച്ചി പോകുന്ന കാര്യങ്ങളും കൂടെ ആയിരിക്കും മിക്കവാറും ഈ വ്ളോഗിൽ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വ്ളോഗ് ഫുള്ള് കാണുക. അപ്പോൾ വ്ളോഗിലോട്ട് പോവാം. അങ്ങനെ ഗൈസ്, ഞാനിപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകണം. മിക്കവാറും നമ്മൾ പോകുന്ന മന്തി മനസ്സിലായിരിക്കും മന്തി കഴിക്കാൻ വേണ്ടി. മന്തി മനസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ കൊല്ലത്തെ ഏറ്റവും ബെസ്റ്റ് മന്തി ഞാൻ കഴിച്ചു വെച്ചിട്ട് ഏറ്റവും നല്ല മന്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കൊല്ലത്തുള്ളൊരു മന്തി കഴിക്കുന്നെങ്കിൽ മന്തി മനസ്സിൽ പോവാം. അപ്പോൾ ഇത് പ്രൊമോഷനൊന്നുമല്ല. ഇനി ഞാൻ പോയി ഒന്ന് അവന്മാർ ഞാൻ റോട്ടിലോട്ട് ഇറങ്ങിക്കട്ടെ. അപ്പോൾ അവന്മാർ അങ്ങോട്ടങ്ങനെ വരും. ഗൈസ് കയറിയോ? ഇതൊക്കെ എവിടുന്ന് പേടിച്ചു. ഹായ് ഗൈസ്, നമ്മളെ ഫ്രണ്ടിൽ നിഹാസ്. എടാ ഫാത്തിമയൊക്കെ എന്ത് ചെയ്യേ? ഞാൻ വിചാരിച്ചു നീ ഇന്നോവയൊക്കെ ഇറക്കുന്നേന്ന്. ഇതിപ്പോ നമ്മള് 4 പേരെ ഉള്ളാ. പോടാ ഗൈസ്, നമ്മള് നേരെ ഇനി മന്തി മനസ്സിലോട്ടാണ് പോകുന്നത്. ഇത് പെണ്ണല്ല സത്യം. ഇവന് മുടിയും വളർത്തി വിഷയങ്ങളായി സ്ട്രെയിറ്റ് ചെയ്തേക്കുന്നു. എന്താണ് നാളെ പോവല്ലേ നീ? ഇന്ന് വാടാ, നമ്മളോട് ബ്ലാസ്റ്റേഴ്സിന്റെ കളിയാണോ? എന്താ വാ, ഇറങ്ങി വാ, ഞാൻ കൊണ്ടുപോവാം റെയിൽവേ സ്റ്റേഷൻ. എടി ഞാൻ ചോദിച്ചോട്ടെ, അത് എങ്ങനെ? ഇതൊക്കെ കട്ടോ ഇല്ല, വെളിച്ചോ ഇല്ല. വിശക്കുന്നാടി. ഇന്ന് പോയി മന്തി മനസ്സിൽ ചെന്നിട്ട് ഇന്നേക്കൊരു പൊടി. എങ്ങനെയുണ്ട് ഇന്ന് മന്തി? ഫ്ലോപ്പായി നീ എന്തിരിക്കും? ഇല്ല, ഫ്ലോപ്പ് ആവത്തില്ല. നീ എന്തുണ്ടാക്കാനാ നീ ഫ്ലോപ്പ് ആവൂലെന്ന് പറയുന്നത്? നിഹാസ് നിനക്ക് ഫ്ലോപ്പ് ആവത്തില്ല. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മളിപ്പോ മന്തി മനസ്സിൽ എത്തിയിട്ടുണ്ട്. നമ്മളിനി പോയി മന്തി കഴിക്കട്ടെ ഗൈസ്. നല്ല വിശപ്പല്ലിയാ. ഇത് ചാടി കിടക്കണം ഗൈസ്, ഈ ഒരു സംഭവം. ചാട്, നീ ധൈര്യമായിട്ട് ചാടറാ. ചാടറാ, ഇപ്പൊ ചാട്. മന്തിയാണ് മൈൻഡിൽ ഫുള്ള് ഗൈസ്, അല്ലേടാ? നീ ഇവിടുത്തെ എത്രാമത്തെ വട്ട ഫുഡ് കഴിക്കുന്ന മന്തി കഴിക്കുന്ന? ഇവള് പാലക്കാടൻ മന്തിയെ കഴിച്ചിട്ടുണ്ട്. എടാ നിങ്ങളുടെ അവിടെ ഒരു മസാല സോഡ ഇടുന്ന കടയില്ലേ പാലക്കാട്? അത് നീ കുടിച്ചിട്ടുണ്ടോ? എടാ ഇവളെ സ്ലാങ് ഒരുമാതിരി അലന്ന സ്ലാങ് ആളിയാ ഗൈസ്. പാലക്കാടിനല്ല കേട്ടോ കുറ്റം പറയുന്നത്. ഇവളെ കൊല്ലത്തുനിന്ന് പാലക്കാട് പോയി അവിടുന്ന് കോഴിക്കോടത്തെ ഏതോ ഭാഷയും പഠിച്ചുകൊണ്ടാണ് ഇവള് സംസാരിക്കുന്നത്. കോഴിക്കോട് സ്ലാങ്ങിൽ നീ സംസാരിക്കുന്ന? പക്ഷേ അതും എനിക്ക് അത്ര പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ഇവന്റെ ഒരു സ്ലാങ് ഉണ്ട്, അത് കേൾക്കുമ്പോ എനിക്ക് തല തല്ലി ചാവാൻ തോന്നും അല്ലേ? എന്തൊരു വേണ്ട. ഇവളൊക്കെ പൊളിറ്റിക്കലി കറക്റ്റാന്ന് പറഞ്ഞാൽ ഇവളൊക്കെ ഉള്ളിലെ മനസ്സിലിരിപ്പ് വേണ്ട. ഇന്നിപ്പോ വണ്ടി കൊണ്ടുപോകും മാറങ്ങോട്ട്. ഇപ്പൊ കൊണ്ടുപോയനെ ഇവള്. ഇതോ അതാണ് ഗായ്സ് നമ്മളെ മന്തി മനസ്സിൽ. ഇനിയിപ്പോ ഞാൻ മന്തി മനസ്സിലിന്റെ അടുത്തെത്തിയിട്ട് കാണാം. ഇന്ന് മന്തി അടിപൊളിയായിരിക്കണം. കാരണം ഇവിടുത്തെ മന്തി അടിപൊളിയാണ്. നമ്മൾ സ്ഥിരം കഴിക്കുന്നതാണ്. ഇവിടുന്നാണ് നമ്മൾ മന്തി സ്ഥിരം കഴിക്കുന്നത്. ഓ കടയുടെ അകത്തോട്ട് വരട്ടെ. അടച്ചോനെ, ഇത് അമ്പിയെ, ഇതെന്ന് തീരുവടി ഇത്? എടാ ഇതെന്ന് കഴിക്കും? ഇന്നോ നാളെയോ? അടച്ചോനെ, വിശക്കുകയും ചെയ്യുന്നു. ഞാൻ കൈ കഴുകിട്ട് വരാം. നിനക്ക് തോന്നുന്നുണ്ടോ അടുത്ത 1 മണിക്കൂറിൽ കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? നല്ല വിശപ്പുണ്ട്.
ഗൈസ് അങ്ങനെ മന്തി വന്നിരിക്കുകയാണ്. ഞാൻ നല്ല ചെസ്റ്റ് പീസ് എടുത്ത് ഇവിടെ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു എനിക്ക് ചെസ്റ്റ് വേണ്ട ലെഗ് മതിയെന്ന്. ഞാൻ ആദ്യമായിട്ടാണ് മന്തിക്കൊക്കെ ചെസ്റ്റ് പീസ് വേണ്ടാന്ന് പറയുന്ന ഒരാളെ കാണുന്നു. അപ്പോൾ ഇവന്മാർ പെരിയാണ് വാങ്ങിച്ചത്. ആ മയണൈസ് തീർക്കാതെ. അപ്പോൾ ഓക്കെ, ഇനി നമ്മൾ കഴിച്ചിട്ട് വരാം. നമ്മളൊരു സോഡ ആരെങ്കിലും കുടിക്കാൻ പോകും ലിയാസിന്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ സോഡ ആരെങ്കിലും കുടിച്ചിട്ട് ബാക്കി വ്ലോഗ് എടുക്കാം. നമ്മളിനി ഇപ്പോ ഐസ്ക്രീം സോഡ എന്ന് അറിയുള്ളൂ. ഐസ്ക്രീം സോഡ അറിയുള്ളൂ. അത് ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല, എന്തുവാന്ന് അറിയത്തില്ല. നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ കൊല്ലത്തുള്ള ഒരു സംഭവമാണ്. ഇതൊക്കെ കുടിച്ചാ എനിക്കിന്ന് പോവാൻ പറ്റുമോടെ കൊച്ചിയില്. നമ്മള് ഒരു പണി കിട്ടി. ലൈം സോഡ ഇവിടെ ഇല്ല. ഐസ് ഒരു പണിയുണ്ട്. ഇവിടെ ലൈം സോഡ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളൊന്നപ്പം ലൈം സോഡ തീർന്നു പോയി. അല്ല, ഐസ്ക്രീം ലൈം സോഡ തീർന്നു പോയി. ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഫുഡ് ബ്ലോഗും കൂടെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ വേണ്ടി എടുക്കാമായിരുന്നു. വീഡിയോ കട്ട് ചെയ്തിട്ട് എനിക്ക് കയറണേ. മതി. ആ ഗ്ലാസ് ഇവിടെ മുഖത്തിനെ കട്ടിയുണ്ടാ ഇല്ലേ? ഞാൻ കാണിച്ചു തരാ. എന്നാ കുടികളിയാ. ഓക്കെ, ഇനി ഞാൻ കുടിക്കട്ടെ. കുടിച്ചിട്ട് വരാം കാശ്. കൊള്ളാം സാധനം കൊള്ളാം. ആണ് നമ്മളിപ്പോൾ വന്ന് നാരങ്ങ കുടിച്ച കട. പക്ഷെ ഐസ്ക്രീം സോഡ ഉണ്ടായിരുന്നേ അടിപൊളിയായിരുന്നു. ഗൈസ്, ഇനി നമ്മൾ RP മാളിലോട്ടാണ് പോകാൻ പോണത്. യാസിൻ പെട്ടെന്നിട്ട പ്ലാനാണ്. അങ്ങനെ ഇനിയിപ്പം യൂട്ടേൺ എടുത്തിട്ട് RP മാളിലോട്ട് പോയിട്ട് വരാം. ഇങ്ങനെ താണ്ട ഇപ്പം നമ്മള് RP മാൾ എത്തിയിരിക്കുകയാണ്. നമ്മളെല്ലാം താണ്ട ഇപ്പോൾ RP മാളിലോട്ട് വന്നേക്കുവാണ്. ഞാൻ അങ്ങനെ RP മാളിന്റെ അകത്ത് പോയിട്ട് കുറെ നാളായി. കൊച്ചു കിടന്നിങ്ങനെ ആക്കുന്നുണ്ട്. എടാ അതെനിക്ക് എടാ അവളെ പകുതി പോലും ഇല്ലാത്ത നോക്ക്. നീ എന്തോ കാണില്ല വെച്ചപ്പോളെ തലയുടെ ഉന്നം. നീ എങ്ങനെയാ പൊട്ടിക്കാതെ അരിയും പൊരി അറിയാത്തവർക്കൊക്കെ എന്തിനാണ് തോക്ക് കൊടുക്കുന്നത്? എടാ എനിക്ക് ഉന്നമൊന്നും ഇല്ലടാ. എടാ കഴിവ് എന്തുവാടാ? നിയാസ് പൊട്ടിക്കോ എടുത്തോ. നിയാസെ പൂക്കട്ടറാ. തൂം തരികടതോ ഇങ്ങോട്ട് ഇറങ്ങിക്കോ. അവസാനം ഗൈസ് എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ ഇവരെ മാളിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ എനിക്ക് ഇന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി വീട്ടിൽ TV കാണാം. ഞാൻ എന്തായാലും ഇനിയിപ്പോൾ നേരെ വീട്ടിൽ പോവാം ഗൈസ്. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ പോട്ടെ. ഇനി അടുത്ത എന്തെങ്കിലും കാണാം. നിന്നെ അല്ല ഇവൻ അപ്പൊ ഹാപ്പി ജേണി കളിയാ. ഓക്കെ, അപ്പൊ ചെല്ല്. ഞാൻ പോട്ട് സമയമില്ല. ഇനി കളി കാണാൻ പോകണം. ഓക്കെ ഓക്കേടാ, ബൈ ബൈ. ഓക്കെ അങ്ങനെ ഇപ്പോൾ ഞാനാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാളെയാണ് കളി, നാളെ വൈകുന്നേരം. പക്ഷെ നമ്മൾ ഇന്ന് പോയിട്ട് ആദർശിൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് കിടന്നിട്ട് നാളെ രാവിലെ ജസ്റ്റ് പറ്റുമെങ്കിൽ കൊച്ചിയും കൂടെ എക്സ്പ്ലോർ ചെയ്തിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് മഞ്ഞപ്പടയുടെ കൂടെ കളി കാണാൻ കയറുന്നത്. അപ്പോൾ നമ്മൾ നാളെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഞാൻ കുറച്ച് ഇങ്ങോട്ട് അവിടെ നല്ല വെട്ടം കുറവായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് നടന്നു വന്നേക്കുവാണ്. ഇനി ഞാൻ സത്യം പറഞ്ഞാൽ 6 മണി 6:30 ആവുന്നതിന് മുമ്പേ ഞാൻ ഇവിടെ എത്തി. ട്രെയിനാണെങ്കിൽ 7:45 ആകുമ്പോഴേ ഇവിടെ വരത്തോളം എന്നാണ് ഇപ്പോൾ ഒരു സാറിൻ്റെ അടുത്ത് ചോദിച്ചോ പറഞ്ഞ. ആദർശും അശ്വറും അവന്മാരെല്ലാം അവിടുന്ന് പുനലൂരിൽ നിന്ന് ട്രെയിനിൽ കയറി അവന്മാരെല്ലാം ഇങ്ങോട്ട് വരും. ഞാൻ ഇപ്പോൾ ഒറ്റയ്ക്കാണ് ഇവിടെ ട്രെയിൻ കയറാൻ നിൽക്കുന്നത്. ഇനിയിപ്പം ഞാൻ ട്രെയിൻ വന്നിട്ട് ബാക്കി വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ട്രെയിൻ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഞാൻ ഇന്ന് പോകുന്ന ട്രെയിൻ. അപ്പം ഞാൻ അകത്തോട്ട് കയറട്ടെ. എടാ നിങ്ങൾ വരുന്നില്ലേ? കയറുന്നില്ലേ ഇന്ന്? ട്രെയിൻ എടുക്കാം. അപ്പോൾ ഞാൻ അകത്തോട്ട് കയറട്ടെ. ഞാൻ ജസ്റ്റ് ബാഗ് അങ്ങോട്ട് വെച്ചായിരുന്നു. എന്നിട്ട് ജസ്റ്റ് മച്ചാ എന്താണ് പരിപാടി? ഇന്ന് ഇത് ഭയങ്കര ഇരുട്ടല്ലോ അവിടെ. യെസ്, എന്തിനു പോകുന്നു കൊച്ചിയിൽ? അതെ, നല്ല അശ്വര് പറയുന്ന മഞ്ഞപ്പടയുടെ ബസ്സിൽ കയറി പോയാൽ മതി എന്നാണ് പറയുന്നത്. അശ്വറിന് ഈ സുഖലോലിപ്പനാണ് ഗൈസ്. അവനിതൊന്നും ഇഷ്ടപ്പെടത്തില്ല. അത് തന്നെ, അവൻ ഇങ്ങനത്തെ ചെറിയ ട്രാവലൊന്നും അവൻ ഇഷ്ടപ്പെടത്തില്ല. എങ്ങനെയുണ്ടാ ട്രെയിൻ യാത്ര അശ്വറേ?
മടുത്ത് കഴിച്ചു. ഇനി കറക്റ്റ് 15 മിനിറ്റും കൂടെ ഉള്ളു. 15 മിനിറ്റായ നമ്മൾ നേരെ കളമശ്ശേരി എത്തും. സത്യം പറഞ്ഞാൽ ട്രെയിനിൽ ഇരുന്ന് അടപ്പളവി. അഷർ പറഞ്ഞ പോലെ മഞ്ഞപ്പടയുടെ കൂടെ അങ്ങനെ കയറി പോയാൽ മതിയായിരുന്നു. അപ്പോൾ നാളെ ഉച്ചയ്ക്ക് പോയിട്ട് നമുക്ക് കളിയും കണ്ട് അപ്പോഴേ ബസ്സിലിങ് പറയായിരുന്നു. പക്ഷെ നമുക്കിത് കുറച്ച് സാഹസമായി പോയി ഈ ഒരു സംഭവം. എന്തായാലും കുഴപ്പമില്ല. ഓണേ പോസിറ്റീവിന് നല്ല എന്തായാലും ഒന്ന് കൊള്ളാം. നല്ല ദിവസം നല്ല ഫണ്ണുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവിടെ പോയി കിടന്ന് ഉറങ്ങണം. നമ്മൾ കൊച്ചി എത്തിയല്ലേ എളിയാ. ഇനിയപ്പോൾ നമ്മൾ ഇറങ്ങട്ടെ. നമ്മൾ ഏകദേശം ഒരു 12 മണിയായപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ വന്ന ട്രെയിൻ ഇതാ പോവുകയാണ്. അങ്ങനെ നമ്മൾ കളമശ്ശേരിയിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ അവിടെ കൊച്ചിയിലെ തെരുവിലൂടെ ഒരു 5 കിലോമീറ്റർ 6 കിലോമീറ്റർ ട്രെയിൻ ഇറങ്ങിയിട്ടാണ് ഇങ്ങനെ നടക്കുവാണ്. ഇന്ന് എത്തുമണിയാ ഒന്ന് തിരിച്ച് ഫുഡ് കഴിക്കാൻ പോകണോ? ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കട്ടെ നമ്മൾ. ഇതാണ് നിപ്പോൺ ടവേഴ്സ് കൊച്ചിയിലെ കളമശ്ശേരിയിലെ. കൊച്ചിയിൽ വന്നാൽ നമുക്ക് ഇതണക്ക് ഒരുപാട് ഷോറൂമും അങ്ങനെ ഒരുപാട് സംഭവങ്ങളെ കാണാൻ പറ്റും. പക്ഷെ നമ്മൾ വന്ന നൈറ്റ് ആയതുകൊണ്ട് ഇതൊന്നും കാണാൻ പറ്റില്ല. അതാ പ്രശ്നം. ഇവിടെയാണോ ഫുഡ് കഴിക്കുന്നത്? ഇല്ലെങ്കിൽ അവിടെ ഉണ്ട്. അങ്ങോട്ട് പോവാം. ശരി. കരിക്ക് എന്ന് പറയുന്ന ഒരു ഷോപ്പിലാണ് ഇന്ന് ഫുഡ് കഴിക്കാൻ വന്നിരുന്നത്. നെച്ചോറ് വന്നിരിക്കുകയാണ് ഗൈസ്. ഫുഡ് കഴിച്ചപ്പോൾ നല്ല എനർജി. അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ നേരെ അവൻ്റെ റൂമിൽ പോട്ടെ ഗൈസ്. അപ്പോൾ ഫുഡ് കഴിച്ചു. ഇനി നമ്മൾ നേരെ റൂമിലോട്ട് പോവാണ്. അപ്പം ഇനി ഇത്ര ഉള്ളല്ലോ വ്ളോഗ്, മതിയല്ലേ? ഇനി ബാക്കി വ്ളോഗ് നാളെ രാവിലെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ വ്ളോഗ് ചിലപ്പോൾ ഇവിടെ വെച്ച് തീരുക. ഫുട്ബോളിന്റെ ഫ്രഷ് ആയിട്ട് കാണിച്ചാൽ പോലെ വേറെ വ്ളോഗ് നോക്കാം. അപ്പോ ഈ കണ്ടന്റ് ഉണ്ടെങ്കിൽ ഇതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോ ഓക്കെ ഗായ്സ്.